ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് 2022 ഫുട്ബോൾ ലോകകപ്പിന് ഖത്തർ കളമൊരുക്കിയത്. പരാതികളില്ലാത്ത പരിശീലനങ്ങളും മികച്ച നിലവാരം പുലർത്തിയ ടർഫുകളുമായി ഖത്തർ ലോകത്തിനെ വിസ്മയിപ്പിച്ചു. ആ സംഘാടക മികവിന് കായിക പ്രേമികൾ ഒന്നടങ്കം കൈയടിക്കുകയും ചെയ്തു. എന്നാൽ 2026 ഫിഫ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന ലോകകപ്പിന് ടർഫുകൾ തന്നെയാണ് പ്രധാന വെല്ലുവിളി. സെനഗലിന്റെ അമേരിക്കയിലെ പരിശീലനമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ആകാശത്തേക്ക് ഉയർത്തിയെറിഞ്ഞ പന്ത് നിലത്ത് വീഴുമ്പോൾ കാര്യമായി ബൗൺസ് ചെയ്യുന്നില്ല. മാത്രമല്ല വളരെ വേഗം തന്നെ നിശ്ചലമാവുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിമർശനങ്ങളും ഉയർന്നു. റഗ്ബിക്കായി ഒരുക്കിയ ഗ്രൗണ്ടിൽ പന്തിന് കാര്യമായ ചലനം ഉണ്ടാകുന്നില്ലെന്നും പരിക്കുകൾ സംഭവിക്കാൻ സാധ്യതയേറെയെന്നുമായിരുന്നു വിമർശനം. മികച്ച രീതിയിൽ പരിശീലിക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി സെനഗൽ താരങ്ങളും രംഗത്തെത്തി. അമേരിക്കയിൽ മാത്രമല്ല മെക്സിക്കോയിലും കാര്യങ്ങൾ സമാനമാണ്. നിലവാരമില്ലാത്ത ഗ്രൗണ്ടിൽ നിന്ന് ജപ്പാൻ പരിശീലനം മാറ്റിയതാണ് ഏറ്റവും ഒടുവിലത്തേത്. തങ്ങൾക്ക് ലഭിച്ച ഗ്രൗണ്ടിൽ നിറയെ കുഴികളാണെന്നും പരിക്കേൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ പന്തിന് പുറകെ ഓടാൻ ഭയപ്പെടുന്നതായും താരങ്ങൾ പറയുന്നു. പന്തിന് പുറകെ ഓടാനും പൂർണ്ണ മനസ്സോടെ പരിശീലിക്കാനും കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജപ്പാൻ ഗ്രൗണ്ട് ഒഴിഞ്ഞത്. യൂറോപ്യൻ നിലവാരം ടർഫുകൾക്കില്ലെന്ന പരാതി വ്യാപകമാണ്. മറ്റ് കായിക മത്സരങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ടുകൾ ഫുട്ബോളിനു വേണ്ടി ഒരുക്കിയെടുത്തതാണ്. ഇതിനാൽ തന്നെ ചെറിയൊരു വീഴ്ച പോലും വലിയ പരിക്കുകളിലേക്ക് നയിക്കുമെന്ന ഭയം ടീമുകൾക്കുണ്ട്. കാണികളുടെ പങ്കാളിത്തം സംബന്ധിച്ചും ആശങ്ക തുടരുകയാണ്. ഉയർന്ന ടിക്കറ്റ് നിരക്ക് മാത്രമല്ല ഇതിന് കാരണം. സൂപ്പർ സ്റ്റാറുകളില്ലാത്ത രാജ്യങ്ങളുടെ മത്സരത്തിന് അമേരിക്കയിൽ നിന്നടക്കം കാണികൾ ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. അമിതമായ ചിലവും കർശന വിസ നിയന്ത്രണങ്ങളും മൂലം സഞ്ചരിക്കുന്ന പല ആരാധക കൂട്ടങ്ങളും ലോകകപ്പ് യാത്ര ഉപേക്ഷിച്ച മട്ടാണ്. അമേരിക്കയിലെയും മെക്സിക്കോയിലെയും സംഘർഷ സാഹചര്യങ്ങളും കാണികളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ളവരിൽ തന്നെ നല്ലൊരു പങ്കും സ്റ്റേഡിയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും വിരളമാണ്. അങ്ങനെയെങ്കിൽ പല കുഞ്ഞൻ രാജ്യങ്ങളുടെ മത്സരങ്ങളും ഒഴിഞ്ഞ ഗ്യാലറിക്ക് മുന്നിലായിരിക്കും നടക്കുക.